ഹായ് മക്കളെ, ഈ വീഡിയോ ഈ വർഷം +2 കഴിഞ്ഞ് ഒരു കോളേജിലും ജോയിൻ ചെയ്യാതെ എന്നാൽ സ്കൂളിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുള്ളവർക്കാണ്. അതായത് ഈ വർഷം +2 എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർ ആക്ച്വലി ഒരു റിസൾട്ട് അല്ല കാത്തിരിക്കുന്നത്, 2 റിസൾട്ട് ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി. കാരണം +1 ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്നു 99% കുട്ടികൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയ കുട്ടികളാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും അവൈറ്റിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ആക്ച്വലി ഇമ്പ്രൂവ് ചെയ്തത് താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇമ്പ്രൂവ് ആവുമോ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ആകുന്നു അതിലൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഐഡിയ കിട്ടും. എല്ലാവരും കമൻറ്റ് ചെയ്യണം, മറന്നു പോരുത്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളെ ക്ലാസ്സിൽ പഠിച്ച +2 കൂടെ പഠിച്ച ഇപ്പോൾ ബന്ധം കുറഞ്ഞു വരുന്നവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിൻ്റെ ടൈം ലൈനിനെ കുറിച്ച് പല കുട്ടികൾക്ക് സംശയമുണ്ട്. +2 റിസൾട്ട് ഓബിയസ്ലി മെയ് 25 വരുന്ന എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി സംശയം +1 ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് എന്ന് വരുന്നതാണ് കൺഫ്യൂഷൻ. അപ്പോൾ അതിൽ പല കൺസേൺസ് ഞാൻ കമൻസ് ആയിട്ട് കണ്ടു. അപ്പോൾ അതിന് റിപ്ലൈ കൂടിയാണ് ആക്ച്വലി വീഡിയോ. പല കുട്ടികളും ചോദിക്കുന്നത് ഈ +1 ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ ഈ +2 റിസൾട്ടിൻ്റെ കൂടെയാണ് വരിക, അപ്പോൾ ആ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി അതിനൂടെ കൺസിഡർ ചെയ്യുമായിരിക്കുമോ, അല്ലെങ്കിൽ അതിന് ശേഷമാണോ ഇനി വരിക? അപ്പോൾ ഭാവിയിൽ ഇനി ഒരു കോളേജിൽ അഡ്മിഷന് പോകുന്ന സമയത്ത് ഇമ്പ്രൂവ്മെൻ്റ് മാർക്ക് ആഡ് ചെയ്യില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് പല കൂടുതലും കൺസേൺസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു ടൈം ലൈൻ കാണിച്ചു തരാം. അങ്ങനത്തെ കൺസേൺസിനൊന്നും എന്തില്ല, ഒരു സ്കോപ്പില്ല. വളരെ സിമ്പിളാണ് കാര്യം. 2025 മുതലാണ് എന്ത് +2വിൻ്റെ കൂടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടത്തി തുടങ്ങിയത്. ഈ വർഷം അങ്ങനെയല്ലേ, നിങ്ങൾ +2 എക്സാം എഴുതുമ്പം അതിൻ്റെ കൂടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്ന ഒരു സ്കീമായിരുന്നു. അതിൻ്റെ മുൻ വർഷം 2024 തൊട്ട് പിറകോട്ടൊക്കെ എന്താണ്, ഒരു ജൂൺ ജൂലൈ സമയത്ത് +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടന്ന സമയത്ത് ഈവൻ ഓണപരീക്ഷേൻ്റെ മുമ്പും ശേഷമൊക്കെ നടന്ന വർഷമൊക്കെ ഉണ്ട്. അതുപോട്ടെ, 2025 മെയ് 22 +2 റിസൾട്ട് വന്നെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് മെയ് 5 വന്നിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന മൊമെൻറ്റിന് ശേഷം ഇനി ഏതാണ്ട് എന്താണ് ഒരു 10 ദിവസത്തിലൊക്കെ നിങ്ങൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് കഴിഞ്ഞ വർഷം ഡാറ്റ വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ 2026 മെയ് 25 എന്തായാലും ഇത് വരുന്ന ഉറപ്പാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു അനാലിസിസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, +1 ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് സേ ഒരു മെയ് 5-നും ഒരു 10-നും ഒക്കെ ഇടയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒഫീഷ്യലായിട്ടൊരു ഡേറ്റ് അവർ ഇതുവരെ പ്രഖ്യാപിച്ചാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി പ്രഖ്യാപിച്ചാൽ അതും കൂടി താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അത് നമുക്കൊരു ഒഫീഷ്യലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ അൺഒഫീഷ്യലായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇലക്ഷൻ നടന്നതുകൊണ്ടുള്ള ചെറിയൊരു ഡിലേ മാത്രമേ അവിടെയുള്ളൂ. ഇനി മറ്റൊരു കൺസേൺ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക, ഈ റിസൾട്ട് കൂട്ടിയിട്ടാണോ +2 റിസൾട്ട് വരിക? തീർച്ചയായും കേട്ടോ. അതായത് ഈ സമയത്ത് നിങ്ങളുടെ എന്ത് സംഭവിക്കും, ഈ സമയത്ത് നിങ്ങൾ +1ൻ്റെ ഇമ്പ്രൂവ്ഡ് റിസൾട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നടന്നാലും ഇല്ലെങ്കിലും, നടന്നിട്ടില്ലെങ്കിൽ പഴയ മാർക്ക് തന്നെ കിട്ടും, നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കാണിക്കും. ഇനി +2 റിസൾട്ട് വരുമ്പോൾ ആക്ച്വലി എന്താണ്, കമ്പൈൻഡ് ആണ്. അതിൽ +1 റിസൾട്ടും ഉണ്ടാവും, +2 റിസൾട്ടും ഉണ്ടാവും, ടോട്ടലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ആ +1 റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ആരാണ്, ഈ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സമയത്ത് വന്ന ആ സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് +1ൽ എത്ര സബ്ജക്റ്റ് ഇമ്പ്രൂവ് നടന്നാലും ഇല്ലെങ്കിലൊക്കെ ആ മാർക്ക് ഇവിടെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നും വരില്ല, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അതാണ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ കൂടെ +2ൻ്റെ തിയറി എക്സാം പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കൊക്കെ കാണിച്ച് ടോട്ടലായിട്ടൊരു മാർക്ക് കാണിക്കും. എന്നിട്ട് അതിൻ്റെ ഗ്രേഡും കാണിക്കും. എന്നിട്ട് നിങ്ങൾ EHS ആണോ NHS ആണോ എന്ന് പറയും. EHS എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ്, NHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ഫെയിൽ എന്ന് വേണം പറയാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമ്മൾ ഈ ചാനലിൽ കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും.